ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏശയ്യാ 2:4. അവൻ ജാതികളുടെ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാകത്തുകളായും അടിച്ചു തീർക്കും. ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. ഇന്നലെ നാം ചിന്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മേഖലയാണ് ഈ വാക്യത്തിലുള്ളത്. അതല്ലെങ്കിൽ തിരിഞ്ഞു നോക്കി മാനസാന്തരം പ്രാപിച്ച സരപ്തയിലെ വിധയെപ്പോലെയും വലതുഭാഗത്തെ കള്ളനെ പോലെയും സ്വകരാജ്യ അവകാശം ആകുന്നവർക്കുള്ള അവസ്ഥ. ഇതിനു മുമ്പുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് പ്രത്യേകം തിരിച്ചറിയാം. മിശിഹായുടെ രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ഭരണത്തിന് കീഴിൽ വാളുകളും കുന്തങ്ങളും ആവശ്യമില്ല. വാളും കുന്തവും നിലമൊഴുന്ന കൊഴുക്കളായും കൃഷിക്ക് ഉപയോഗിക്കുന്ന വാക്കത്തുകളും ആക്കി തീർക്കും. വീഴ്ചയ്ക്ക് മുമ്പ് അവരെ ഏദനിലാക്കിയത് തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനുമായിരുന്നു. ഉൽപ്പത്തി 2:15. ഏദനിൽ യുദ്ധാഭ്യാസനത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അവിടെ ദൈവത്തെ പോലെയായിരുന്നു, ദൈവത്തോടൊപ്പവും. മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത് വീണുപോയ മാലാഹൂർണത്തിന് അസൂയായിരുന്നു. അവൻ്റെ അസൂയ ആവുന്ന കെണിയിൽ വീണതാണ് ആദാമിനും കൂട്ടർക്കും ജരാനര ബാധിക്കുവാൻ കാരണമായത്. അതിലേക്ക് ഏദനിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനാണ് കർത്താവ് മനുഷ്യാവതാരം എടുത്തത്. ആ അവസ്ഥയിൽ പുനരുദ്ധാന മക്കൾ എങ്ങനെയായിരിക്കുമെന്ന് കർത്താവ് തൻ്റെ പരിശുശ്രൂഷ കാലത്ത് കൽപ്പിച്ച കാര്യം വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ആ ലോകത്തിലും യോഗ്യരായവർ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല. അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുദ്ധാന പുത്രന്മാരാണ്, ദൈവദൂത തുല്യരും മനുഷ്യപുത്രന്മാരും ആകുന്നു. വിശുദ്ധ ലൂക്കോസ് 20:35-36. ഏതെങ്കിലും അവർ ഏകയോഗമായിരുന്നു, അതായത് മലാഹമാരെ പോലെ ദൈവത്തോടൊപ്പം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. കള്ളമില്ല, ചതിവില്ല, കള്ളപ്പറയില്ല. ചില വേദപുസ്തക പണ്ഡിതന്മാരും പരിശുദ്ധ പിതാക്കന്മാരും പറയുന്നത് ഏതെനിലെ പൂർവാവസ്ഥയിൽ അവർ ഒരു സമൂഹമായിരുന്നു എന്നാണ്. അവരിൽ അനുസരണക്കേട് ബാധിച്ചത് മൂലം വീണുടഞ്ഞ പളുങ്കുപാത്രം പോലെ നാനാവിധമായി. ആ നാശാവസ്ഥയിൽ നിന്ന് തിരിച്ചു കയറ്റുന്നതിനാണ് പുത്രതമ്പുരാൻ സ്ത്രീയിലൂടെ ജഡധാരണം ചെയ്തത്. കർത്താവ് പറയുന്ന പുനരുദ്ധാന മക്കൾക്ക് ഏതെനിലെ പൂർവാവസ്ഥയിൽ നിന്ന്, അതായത് മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് ഉയർന്ന അവസ്ഥയെ ആക്കുവാനുള്ള പ്രവേശനം. കാരണം ജീവവൃക്ഷത്തിൻ്റെ ഫലം ഏതെനിൽ ആദാമുഖായും കഴിച്ചിരുന്നില്ല. അതിനുള്ള അവസരം കിട്ടുന്നതിന് മുമ്പ് ഇറക്കി വിട്ടു. പാപത്തോടുകൂടി അവർ അനുഭവിക്കരുതെന്ന് അവിടെ പറയുന്നുണ്ട്. പുനരുദ്ധാനത്തിൻ്റെ മക്കൾ ജീവവൃക്ഷഫലമാകുന്ന കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ വിശുദ്ധ കുർബാനയോടെ അനുഭവിച്ചവരാണ്. ഏതിൽ നിന്ന് ആദാമിനെ ഇറക്കി വിട്ടത് പാപത്തോടുകൂടി ജീവവൃക്ഷത്തിന്റെ ഫലം അനുഭവിക്കാതിരിക്കാനാണല്ലോ. നാം കർത്താവിന്റെ തിരുശരീരരക്തങ്ങൾ അനുഭവിക്കുന്നത് പാപത്തോടുകൂടി ആകരുത്. ഏറ്റുപറച്ചിലും അനുതാപവും കുമ്പസാരവും ഒരു തിരിച്ചുപോക്കവും അത്യന്താപേക്ഷിതമാണ്. ഇന്നലെ നാം ചിന്തിച്ചല്ലോ സരപ്തയിലെ വിധവയുടെ കുമ്പസാരം. ഏശയ്യായുടെ കുമ്പസാരം പ്രവചന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഏറ്റുപറച്ചിലില്ലാതെ അനുതാപമില്ലാതെ ഗുരുവിന്റെ കയ്യിൽ നിന്ന് അപ്പകഷ്ണം വാങ്ങിച്ച് കഴിച്ച് യൂദ നാശപുത്രനായി. അവന്റെ പോക്കറ്റിൽ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത 30 വെള്ളിക്കാശുണ്ടായിരുന്നു. അവൻ ഇരുളിലേക്ക് പോയതായി യോഹന്നാൻ 13:30 പറയുന്നു. നാം പ്രകാശത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. ജന്മപ്പെരുന്നാൾ പ്രകാശത്തിന്റെ പെരുന്നാളാണ്. നമ്മിൽ പ്രകാശം പ്രോജ്വലിക്കട്ടെ. പ്രാർത്ഥിക്കാം. നാഥാ, ഞങ്ങൾ നിന്റെ വകയും പ്രകാശത്തിന്റെ മക്കളും പുനരുദ്ധാന ജീവിതത്തിന്റെ മക്കളും ആയിത്തീരണമേ. പുത്രത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.